ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ തേങ്ങയും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇന്നത്തെ ഈ 4 മണി പലഹാരത്തിന് വേണ്ടിയിട്ട് 3 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഓരോ ഏത്തക്കയും 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ നേന്ത്രപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു കറുത്ത പോർഷൻ മാറ്റിയിട്ടാണ് ഞാനിത് ഉടച്ചെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നേന്ത്രപ്പഴം കയ്യിലുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ചായക്കൊപ്പം ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കൂ. തീർച്ചയായും കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാകും. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങയാണ് ഇപ്പോൾ ചേർത്തത്. 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഈ ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ സ്നാക്കിന്. 5 കാഷ്യൂ നട്ട്സ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇപ്പോൾ ചേർത്തത്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്തത്. മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇപ്പോൾ ചേർക്കുന്നത്. കോൺഫ്ലവറിൻ്റെ അളവും ആദ്യം നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്തത്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ വറുത്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ 4 മണി പലഹാരം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ കുറച്ച് വീതം എണ്ണയിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് 2 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിനു മുമ്പ് പഴംപൊരിയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുതേ. ആദ്യത്തെ ബാച്ചിൽ 11 എണ്ണമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഈ ഒരു അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ 22 എണ്ണം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ കളറായി പോകും. അതുപോലെ തന്നെ തീ ഒട്ടും തന്നെ കുറച്ചും വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. അങ്ങനെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്ക് ഫസ്റ്റ് ബാച്ച് റെഡിയായി.
ഇനി നമുക്ക് ഇതുപോലെ സെക്കൻഡ് ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്